ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് അമ്മച്ചിക്ക് ഒരു ഫേഷ്യൽ, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ നമ്മൾ ഫേഷ്യൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. മൊണാൾട്ട് അടിച്ച് ബാക്കി ഇരിക്കുന്നത് ഇന്നലെ ഉറങ്ങിയില്ലാന്ന്, ചുമ്മയാണ്, കോഴിയെ പിടിക്കാനൊന്നും പോലില്ല. ഇവിടെ ചുമ്മാ ഉറക്കമാണ് ഗൈസ് ഇവർ, ആ സത്യം നിങ്ങൾ അറിയണം. അപ്പോൾ നമ്മളിന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ വിചാരിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഫേഷ്യൽ ചെയ്ത് കൊടുക്കും. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നയാസിനമൈഡ് റേഞ്ച് ഫേഷ്യൽ ക്ലെൻസേഴ്സ് ആണ്, സ്കിൻ ക്ലെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 2% നയാസിനമൈഡ് ഓയിലി സ്കിൻ ക്ലെൻസർ ആണ്. ഇത് ഓയിലി കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്കുള്ളതാണ്. ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ് വരുന്നത്. 2% നയാസിനമൈഡ്, സിക്ക എക്സ്ട്രാക്ട്, സാലിസിലിക് ആസിഡ് ഒക്കെ ആണ് വരുന്നത്. പോൾസ് ടാർഗറ്റ് ചെയ്യാം, ആക്നെ ബ്രേക്കൗട്ട്സ്, ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് 2% ജെന്റിൽ സ്കിൻ ക്ലെൻസർ ആണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിനുള്ളതാണ്, നോർമൽ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിനുള്ളത്. ക്രീമി ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ ആണ്. 2% നയാസിനമൈഡ്, സിക്ക എക്സ്ട്രാക്ട്, സെറാമൈഡ് കോംപ്ലക്സ് ആണ്. ആൻഡ് മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ടും ആൻഡ് ഓൾസോ നമ്മുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എൻ്റെ അമ്മയുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്, സോ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുഖം നല്ലപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് മുഖം നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രം നല്ല മുഖത്ത് അഴുക്കൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഫേഷ്യൽ നല്ല ഡയറക്റ്റായിട്ട് നല്ല സ്കിന്നിൽ അബ്സോർബ് ചെയ്യത്തുള്ളൂ. സോ അത് നല്ലപോലെ ഫേഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിന് മുന്നോട്ടടിക്കാണ്ടാകുമ്പോൾ മുഖം കഴിയാം. ഇങ്ങനെ വരുമ്പോൾ കണ്ണു മൂക്കൊക്കെ പൊത്തി ഇങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ കൊണ്ടാണ് മുഖം കഴിവണത്. ഇരുന്ന് ലുമ്പിയുള്ള കണക്കായിരുന്ന ആക്ഷൻ വേണ്ട ഗൈസ്. അങ്ങനെ ഞങ്ങൾ മുഖം കഴുകി. മുഖം കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അമ്മ മുഖത്തെ സന്തോഷം കണ്ട, ആഹാ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ നല്ലൊരു ക്ലെൻസർ ആണെന്ന്. അതിനുശേഷം എപ്പോഴും ഫേഷ്യൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെർമാക്കോടെ 4% സെറാമൈഡ് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 24 hours മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട്. നമ്മുടെ സ്കിൻ ബാരിയർ സ്ട്രെങ്തനിങ് ചെയ്യും, നമ്മുടെ സ്കിന്നിൻ്റെ ഓക്സിജനൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി ആണ്, ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആണ്. ആൻഡ് സെറാമൈഡ് നോക്കണം നമ്മുടെ സ്കിന്ന് സ്ട്രെങ്തൻ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നയാസിനമൈഡ് വരുന്നുണ്ട്, സ്കിൻ ബാരിയർ ബൂസ്റ്റ് ചെയ്യാനും സെറാമൈഡ് പ്രൊഡക്ഷൻ കൂട്ടും. ആൻഡ് ഓൾസോ ഇത് അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. തണുപ്പ് കാലത്തൊക്കെ നിങ്ങൾക്ക് മസ്റ്റ് ആൻഡ് ട്രൈ ചെയ്ത് നോക്കാനുള്ള പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. നിങ്ങൾ എന്താ പറയുക, സ്കിൻ ബാരിയറൊക്കെ തൊലിഞ്ഞ് നശിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളിലും അവൈലബിൾ ആണ്. പിന്നെ ഗ്ലാമി 2024 എന്നുള്ള കോഡ് ടൈപ്പ് എടുത്ത് നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ തവണ ഡെർമാക്കോ എന്ന പ്രോഡക്ട്സ് വാങ്ങുമ്പോഴും നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. പിന്നെ ഡെർമാക്കോയുടെ പ്രോഡക്ട്സ് എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തും കൊടുത്തേക്കാം. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തോന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫേസിൽ പാല് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മിൽക്ക് വെച്ചിട്ട് ക്ലെൻസ് ചെയ്താലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ലാക്റ്റിക് ആസിഡ് ഒക്കെ ഉണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു അടിപൊളി ക്ലെൻസറാണ്, ഫേഷ്യൽ ക്ലെൻസർ. ആദ്യം പാലെടുക്കുക, ഒരു കോട്ടൺ പാലിൽ ഡിപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് ഫേസും കഴുത്തും നന്നായിട്ട് തുടച്ചെടുക്കുക. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യില്ല, അത്രയും എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നിൽ പീൽ ഉണ്ടാവത്തില്ല. പക്ഷേ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിഫറൻസ്. അതായത് നമുക്കിപ്പോൾ സൺടാനൊക്കെ ഒരുവിധം കുറഞ്ഞ കണക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാല് ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമുക്ക് സ്കിന്നിന് ഭയങ്കര ഡിഫറൻസ് വരും. സോ ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും നല്ലത് പാലാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ ആക്നെ എന്താ പറയുക, നല്ല പൊന്തി നിൽക്കുന്ന ആക്നെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്തതിൽ ബാക്കി ഉണ്ടായിരുന്ന പാലെടുക്കണുണ്ട്. പിന്നെ ഞാൻ അതിനകത്തോട്ട് അരിപ്പൊടി എടുക്കണുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ല സ്ക്രബാണ് അരിപ്പൊടിയും പാലും, അല്ലെങ്കിൽ അരിപ്പൊടിയും തൈരൂടുള്ള സ്ക്രബ്, അല്ലെങ്കിൽ അരിപ്പൊടിയും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരൂടുള്ള സ്ക്രബ്. അടിപൊളി സാധനമാണ്, ഭയങ്കര റിസൾട്ടാണ്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളൊരു സംഭവമാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. നമ്മളെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ ഇത് അബ്സോർബ് ചെയ്യും. അതായത് ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നമുക്കൊരു മാറ്റിഫൈയും ഫിനിഷ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്ന് സൂത്തയും ചെയ്യും, റിപ്പയർ ചെയ്യും, സൺ ഡാമേജ് പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് എനിക്ക് ഫീൽ ചെയ്ത് സൺ ടാൻ കുറയ്ക്കും. ആൻഡ് ഓൾസോ ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റായി നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും.
എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇത് ഫേസിൽ മാത്രമല്ല ഹെയറിൽ നിങ്ങൾക്ക് റൈസ് പൗഡർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ റൈസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, അടിപൊളി സാധനമാണ്. സോ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ട് അടിപൊളി സാധനമാണ്. ഭയങ്കര എന്താ പറയുക, ഇതും ടൊമാറ്റോ ഒക്കെ മിക്സ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടാണ്. നിങ്ങളിപ്പോൾ എവിടെയൊക്കെ പോയി എവിടെയെങ്കിലും പോയൊക്കെ വെയിലൊക്കെ കൊണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഫേസിലും ഒക്കെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക വാഷ് ചെയ്തിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഭയങ്കര റിസൾട്ടാണ്, ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ഭയങ്കര റിസൾട്ടാണ്. നിങ്ങളിപ്പം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ഭയങ്കര മറ്റേ നല്ല തരിതരിയായിട്ട് പൊടിഞ്ഞതായിരിക്കണം. പിന്നെ ഭയങ്കര പ്രഷറിലൊന്ന് സ്ക്രബ് ചെയ്ത് വെക്കും. നേരത്തെ സ്പീഡ് കിട്ടിയേക്കൊണ്ട് വിചാരിക്കും അമ്മയെ കൊല്ലണമെന്ന്, പക്ഷെ കൊല്ലണമല്ല. പയ്യെ നല്ലപോലെ കഴുത്തിലും മുഖത്തും കണ്ണിൻ്റെ അവിടെയും ചെയ്യരുത്, കവിളിൽ നെറ്റിയിൽ ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ടൊക്കെ കിട്ടാൻ ഗോയിഷ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഓട്സാണ്. അതിനുശേഷം ഞാനൊരു പഴം എടുക്കുന്നുണ്ട് ഗൈസ്. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം വിത്ത് പാലില്ല, നമുക്ക് വേറെ ഫേസിൽ പരിപാടികളൊന്നുമില്ല ഗൈസ്. വിത്ത് പാലുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്രിഡ്ജിലിട്ടടിക്കാൻ എനിക്ക് ഭ്രാന്തായി, മിക്സിയിലിട്ടടിക്കുക ഗൈസ്. എന്നിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓട്സ് ഇപ്പം നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ, എനിക്ക് ഓട്സ് അലർജിയാണ്, എനിക്ക് കുഞ്ഞു കുഞ്ഞു കുരു വരും. പക്ഷേ ഗായ്സ് എൻ്റെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റും ആവും, ഭയങ്കര ഗ്ലോയും ആവും. പക്ഷേ എനിക്ക് കുഞ്ഞു കുഞ്ഞു കുരു വരും. അതായത് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ദേഹത്ത് കുരു വരില്ലേ, ഈ വെക്കയൊക്കെ വരില്ലേ ചൂടത്ത് കുരു, അത് കണക്ക് വരും. പക്ഷെ അമ്മയ്ക്ക് സീനൊന്നുമില്ല. ഇല്ല, നിങ്ങൾക്ക് ഓട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ഇതെടുക്കാം, കടലമാവ് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി തന്നെ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയായാലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ പയറുപൊടി, പക്ഷേ നല്ല പാക്കിന് വേണ്ടിയിട്ട് പൊടിച്ച പയറുപൊടി എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം, ഇതൊക്കെ സെറ്റാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പഴം, ഏത് പഴമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇരുന്നത് എന്തൊരു നല്ല മധുരമുള്ളൊരു പഴമാണ്. ഏത് പൂവാണ്, നാണിപ്പൂവനോ എന്തോ ആണ് ഗൈസ്, ഏതൊരു പൂവൻ പഴമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം, പാളയംതോടൻ പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം, ഏത് പഴം വേണോ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ അങ്ങോട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഉണങ്ങാൻ ഇച്ചിരി ടൈം എടുക്കും, ഏകദേശം ഒരു 15 മിനിറ്റ്സ് എടുക്കും. പിന്നെ പറയാനുള്ള കാര്യം, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കരുത്. അതായത് ഭയങ്കര ഉണങ്ങി വറ്റി വെറുതെയായി അങ്ങനെ നിങ്ങൾ ഉണക്കി എടുക്കരുത്. അതിന് മുന്നേ ജസ്റ്റ് ഭയങ്കര ഡ്രൈ ആകുമ്പോൾ, ഇപ്പോൾ ചില ഭാഗമൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവണ മൂക്കിൻ്റെ ഭാഗം, താടിയുടെ ഭാഗം, നെറ്റിയെടുക്കുക. അപ്പോൾ അവിടെ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതൊന്ന് കുതിർന്നിരുന്നോളും. അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഡ്രൈ ആയ നമ്മുടെ ഫേസിൽ റിങ്കിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ഡ്രൈ ആവണ്ട. എന്നിട്ട് ഫേസ് നന്നായിട്ട് കഴുകി കൊടുക്കുക. കഴുകുമ്പോൾ എന്തെന്നറിയാമോ, അമ്മ ഇപ്പോൾ ജാദുവിനെ പോലെ ഇരിക്കണമെന്ന് അറിയാം, കുഴപ്പമില്ല, ഓക്കെ ഗൈഷ്. എന്നിട്ട് നിങ്ങൾ കഴുകി കൊടുക്കുമ്പോൾ തലയും എല്ലായിടത്തും ഈ ഓട്സിൻ്റെ പൊടി കാണും. പക്ഷേ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നോ പെയിൻ നോ ഗെയിൻ ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് എൻ്റെ അമ്മ ഇരിക്കണുണ്ട്, അമ്മ കൊന്നാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ്. സീരിയസ്ലി ഫസ്റ്റ് യൂസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാനിത് എഴുതി ഒപ്പിട്ട് തരുന്നു. ജസ്റ്റ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ സെറാമൈഡ് അടങ്ങിയിട്ടൊരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും പറയാം വൈറ്റമിൻ സി അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ ഒന്നും ഇത് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ട. എപ്പോഴും സെറാമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഇട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പാലും നമ്മുടെ അലോവേറ ജെല്ലും പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുടെ മിക്സ് ചെയ്തൊരു മോയ്സ്ചറൈസറായിട്ട് ഇടാം. പാല് വെട്ടിയിട്ട് അലോവേറയും നമ്മുടെ വൈറ്റമിൻ ഇയുടെ മിക്സ് ചെയ്തൊരു മോയ്സ്ചറൈസറായിട്ട് ഇടാം. സോ എന്തായാലും സെറ്റാണ്, ചെക്ക് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ സൺടാനൊക്കെ നല്ല പോലെ പോയാണ് നമുക്ക് ഫീൽ ചെയ്യും. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ടാറ്റാ ബൈ ബൈ.